ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട് എക്സ്പ്ലെയിൻസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ, അതായത് ജിയോ, എയർടെൽ, വൈഫൈ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കേരള വിഷൻ, അതുപോലെ തന്നെ ഏഷ്യാനെറ്റ്, അങ്ങനെ ഒരുപാട് സർവീസ് പ്രൊവൈഡേഴ്സ് ഇൻ്റർനെറ്റ് നിങ്ങൾക്ക് തരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് നമ്മൾ ചില വെബ്സൈറ്റുകൾ ആക്സസ് ചെയ്യരുത് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർക്കത് അവരുടെ ഡൊമൈൻ നെയിം സിസ്റ്റം ലെവലിൽ അഥവാ DNS ലെവലിൽ ബ്ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ ഇത് നമ്മുടെ രാജ്യത്ത് ബാൻഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകളോ ഇല്ലീഗലായിട്ടുള്ള വെബ്സൈറ്റുകളോ ഒന്നുമല്ല. നമ്മളുടെ ISP തീരുമാനിക്കുകയാണ് ഞങ്ങളുടെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന ആളുകൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് പോകരുത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർ DNS ലെവലിൽ അത് ബ്ലോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ ഇത് നമുക്കൊരു VPNോ ഒരു എക്സ്ട്രാ ആപ്പോ ഒന്നുമില്ലാതെ മൊബൈൽ ഫോണിലും PC യിലും ഈസിലി നമുക്കിത് ബൈപ്പാസ് ചെയ്യാൻ പറ്റും. അതിനൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ചാണ്, ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ചാണ് ബിങ്എക്സ് എന്ന് പറയുന്ന എക്സ്ചേഞ്ച്. അപ്പോൾ ഈ ബിങ്എക്സിൻ്റെ എക്സ്ചേഞ്ച് പലർക്കും, ജിയോയുടെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന, എയർടെലിൻ്റെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന പലർക്കും ഈ വെബ്സൈറ്റ് ആക്സസ് ചെയ്യാനേ പറ്റാറില്ല. കാരണം അതെന്താണ്, ഇന്ത്യയിൽ ബാൻഡാണോ? അല്ല. പക്ഷേ ഡൊമൈൻ നെയിം സിസ്റ്റത്തിൽ ഇത് ബ്ലോക്ക്ഡ് ആണ്. ഡൊമൈൻ നെയിം സിസ്റ്റം ലെവലിൽ ഇത് ബ്ലോക്ക്ഡ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ഡൊമൈൻ സിസ്റ്റം എന്താണെന്ന് അറിയില്ലെങ്കിൽ നിങ്ങൾക്കറിയാം, ഈ bingx.com എന്ന് പറയുന്നതാണ് ബിങ്എക്സിൻ്റെ വെബ്സൈറ്റ്. അതാണ് ഡൊമൈൻ. ഇനി ഈ ഡൊമൈനിന് ഒരു IP അഡ്രസ്സ് ഉണ്ട്. ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ നിന്നും, എൻ്റെ പബ്ലിക് IP-യിൽ നിന്നും bingx.com-ൻ്റെ IP-യിലേക്കാണ് കണക്ഷൻ റിക്വസ്റ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ 198.168.1.2 ആണ് bingx-ൻ്റെ പബ്ലിക് IP എന്നുണ്ടെങ്കിൽ അതിനോട് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ഡൊമൈൻ bingx.com ആണ് എന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു സിസ്റ്റം മാത്രമാണ് ഡൊമൈൻ നെയിം സിസ്റ്റം എന്ന് പറയുന്നത്. അത് നമ്മുടെ ലോക്കലായിട്ടുള്ള ഡിവൈസിലും ഉണ്ട്. പക്ഷേ അത് ISP ലെവലിൽ ഇൻ്റർനെറ്റ് തരുന്ന സർവീസ് പ്രൊവൈഡേഴ്സ് അവരത് ബ്ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. ഞാനത് ഈ സൈറ്റിലേക്ക് കയറുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ബഫർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ദിസ് സൈറ്റ് കാൺ ബി റീച്ച്ഡ് എന്ന് പറയുന്ന ഈ ഒരു പോപ്പപ്പ് വരികയും പലർക്കും ഈ ഒരു ഇഷ്യൂ ഉണ്ട്. ഇത് ഈസിലി സോൾവ് ചെയ്യാൻ പറ്റും. 10 സെക്കൻഡിൻ്റെ പരിപാടിയുള്ളൂ. എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കിയാലോ? ആദ്യം കാണിക്കാൻ പോകുന്ന വിൻഡോസിലാണ്, മാക്കിലും ലിനക്സിലും എല്ലാം സെയിം പ്രോസസ്സ് തന്നെയാണ്. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം എങ്ങനെ സ്മാർട്ട് ഫോണിൽ ചെയ്യാമെന്നുള്ളത് കാണിച്ചു തരാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിനു ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരാം. ലിനക്സിലും സെയിം തന്നെയാണ്, അതുപോലെ തന്നെ വിൻഡോസിലും സെയിം തന്നെയാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വൈഫൈ ആണ്. നിങ്ങളിനി ഈതർനെറ്റ് കണക്ഷൻ, അഥവാ നിങ്ങൾക്ക് വയേർഡ് ആയിട്ടുള്ള കണക്ഷനാണ്, വയർ നിങ്ങളുടെ ഈ ഒരു RJ45 പോർട്ടിലേക്ക് കണക്ട് ചെയ്യുന്ന വയേർഡ് കണക്ഷനാണെങ്കിൽ നിങ്ങൾ ഇതാണ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ തന്നെ നിങ്ങൾക്ക് DNS സെർവർ അസൈൻമെൻറ്റ് ഉണ്ട്. ഇത് എഡിറ്റ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ കാണിക്കുന്നത്, ഞാൻ യൂസ് ചെയ്യുന്ന വൈഫൈ ആണ്, അതുകൊണ്ട് ഞാൻ വൈഫൈയിലാണ് കാണിക്കുന്നത്. സെയിം പ്രോസസ്സ് തന്നെയാണ് ഈതർനെറ്റ് യൂസേഴ്സും ചെയ്യേണ്ടത്. ഞാൻ വൈഫൈയിലേക്ക് കയറുന്നു. അതിനുശേഷം ഹാർഡ്വെയർ പ്രോപ്പർട്ടീസ് കാണാൻ പറ്റും, അതിലേക്ക് കയറാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും IP അസൈൻമെൻറ്റ് DHCP ആണ്. അതുപോലെ തന്നെ DNS സെർവർ അസൈൻമെൻറ്റും ഓട്ടോമാറ്റിക് അഥവാ DHCP ആണ്. DHCP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോളാണ്. ഡൈനാമിക് ആയിട്ട് നമുക്ക് ഈ ഒരു ഹോസ്റ്റ് കോൺഫിഗർ ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോൾ വെച്ചിട്ടാണ് നമ്മളുടെ IP അസൈൻമെൻറ്റും DNS അസൈൻമെൻറ്റും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ മാറ്റുന്നത് DNS മാത്രമാണ്. അതിനുവേണ്ടി എഡിറ്റ് കൊടുക്കുക. ഈതർനെറ്റിലാണെങ്കിലും സെയിം തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് കിടക്കുന്നത് ഓട്ടോമാറ്റിക്കാണ്, DHCP ആണ്. അത് മാറ്റിയതിന് ശേഷം ഡ്രോപ്പ് ഡൗൺ മെനു ഓപ്പൺ ആക്കിയതിന് ശേഷം മാനുവലിലേക്ക് ഇടുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് IPv4-ഉം IPv6-ഉം കിട്ടും. IPv4 എനേബിൾ ചെയ്യുക. അതിനുശേഷം ഇവിടെ നമ്മൾ പ്രിഫേർഡ് DNS, ഇതാണ് നമ്മളുടെ പ്രൈവറ്റ് DNS, നമ്മൾക്ക് ഇഷ്ടമുള്ള DNS ഇവിടെ കൊടുക്കാം. അപ്പോൾ നമുക്ക് മെയിൻലി സേഫായിട്ട് 100% സേഫ് ആൻഡ് ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള 3 DNS നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആദ്യത്തേത് 1.1.1 എന്ന് പറയുന്ന ഈ ഒരു DNS ആണ്. ഇത് Cloudflareൻ്റെ DNS ആണ്. ദി സേഫസ്റ്റ് ഇൻ ദി മാർക്കറ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അടുത്തതായിട്ടുള്ള ഗൂഗിളിൻ്റെതാണ്. ഗൂഗിളിൻ്റെതും സിമിലർ തന്നെയാണ്. 8.8.8.8 എന്ന് പറയുന്ന DNS ആണ് ഗൂഗിളിൻ്റെത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വെബ്സൈറ്റ്സിൽ നിങ്ങളുടെ ക്രോം ബ്രൗസറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആഡുകൾ വെബ്സൈറ്റിൽ വരാറുണ്ട് അല്ലേ. ആ ആഡുകളും കൂടെ ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് DNS.adguard.com. ഓക്കെ, DNS.adguard.com ഇട്ട് കഴിഞ്ഞാൽ വെബ്സൈറ്റുകളിലുള്ള ആഡും നിങ്ങൾക്ക് ഒഴിവായി കിട്ടും. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് Cloudflareൻ്റെതാണ്, 1.1.1.1. ഇത് കൊടുക്കുക, സിമ്പിൾ. ബാക്കിയൊന്നും മാറ്റണ്ട. DNS ഓവർ HTTPS മാറ്റണ്ട, ഒന്നും മാറ്റണ്ട. ഈ സെറ്റിങ്സ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് കൊടുക്കുക. നിങ്ങൾക്ക് കാണാമല്ലോ, DNS സെർവർ 1.1.1.1 ആയിട്ടുണ്ട്, മാനുവൽ ആയിട്ടുണ്ട് നമ്മളുടെ DNS സെർവർ അസൈൻമെൻറ്റ്. ഇത്രേ ഉള്ളൂ. സെറ്റിങ്സ് ക്ലോസ് ചെയ്യുക. ഞാനിപ്പോൾ ഈ നേരത്തെ കിട്ടാതിരുന്ന സൈറ്റ് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യണം. ഇത് കണ്ടോ, വിത്തിൻ സെക്കൻഡ്സ്, 1-2 സെക്കൻഡ് കൊണ്ട് ഈ വെബ്സൈറ്റ് ഇവിടെ ലോഡായി.
ഇതുപോലെ നിങ്ങൾക്ക് ഡൊമൈൻ നെയിം സെർവർ ലെവലിൽ ബ്ലോക്ക്ഡ് ആയിട്ടുള്ള എല്ലാ വെബ്സൈറ്റുകളും ആ സെയിം ഇൻ്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. സിമ്പിൾ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിൻ്റെ കേസാണ്. ഞാനിവിടെ എൻ്റെ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നെങ്കിൽ സെർച്ച് ബാറിൽ പോയിട്ട് പ്രൈവറ്റ് DNS എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് DNS എന്ന് സെർച്ച് ചെയ്യുക. ഇനി നിങ്ങൾ വിവോ ഐക്കോ ഒക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മോർ കണക്ഷനിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് പ്രൈവറ്റ് DNS കാണാൻ പറ്റും മോർ കണക്ഷൻസിൽ. നിങ്ങൾക്ക് സെറ്റിങ്സിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സെറ്റിങ്സിൽ ജസ്റ്റ് DNS എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഈ സെറ്റിങ്സിനകത്തേക്ക് വരും. ഇവിടെ പ്രൈവറ്റ് DNS സെലക്ട് ചെയ്യുക. ഇവിടെ കിടക്കുന്നത് ഓഫായിരിക്കും അല്ലെങ്കിൽ ഓട്ടോയിലായിരിക്കും. നിങ്ങളിവിടെ ചെയ്യേണ്ടത് പ്രൈവറ്റ് DNS പ്രൊവൈഡർ എന്നുള്ള ഈ സെറ്റിങ്സിലേക്ക് ഇടുക. ഓക്കെ, അതിനുശേഷം dns.adguard.com ആണ് ഞാൻ ഇട്ടിട്ടുള്ളത് ആഡ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇത് യൂസ് ചെയ്യാം, ഇത് യൂസ് ചെയ്താലും എല്ലാ സെറ്റിങ്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അതായത് എല്ലാ വെബ്സൈറ്റും നിങ്ങൾക്ക് ആക്സസിബിൾ ആയിരിക്കും. ഞാനിവിടെ ഇനി 1.1.1.1 ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഓക്കെ അടിക്കാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്താണ്? ചില സ്മാർട്ട് ഫോണുകളിൽ നമുക്കൊന്നെങ്കിൽ ഇതുപോലെ .com എന്നൊക്കെ അവസാനം വന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഈ ഒരു ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ചില ഫോണുകളിൽ ഇതുപോലെ നമ്പേഴ്സും സപ്പോർട്ട് ചെയ്യില്ല. നമ്പേഴ്സ് സപ്പോർട്ട് ചെയ്യില്ലെങ്കിൽ ചെയ്യേണ്ടത് 1.1.1.1 എന്നുള്ളത് ജസ്റ്റ് ലെറ്റേഴ്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കണ്ടോ? ലെറ്റേഴ്സിൽ കൊടുത്ത സമയത്ത് എനിക്കിവിടെ ഓക്കെ ബട്ടൺ വന്നു. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ക്ലൗഡ്ഫ്ലെയറിൻ്റെ DNS സെറ്റായി. ഇനി ഗൂഗിളിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ 8.8.8.8 എന്ന് അടിക്കാം. ഓക്കെ, ഇതുപോലെ 8.8.8.8 4 പ്രാവശ്യം കൊടുത്ത് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ആ സെയിം എഫക്റ്റ് തന്നെയാണ് കിട്ടുക. ലെറ്റേഴ്സിലാണ് നമ്മൾ ടൈപ്പ് ചെയ്തതെന്ന് മാത്രം. ഇനി ആഡ് ബ്ലോക്കറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ DNS.adguard.com എന്ന് കൊടുത്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലും ഇത് സെറ്റപ്പായി. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇപ്പോൾ നിങ്ങൾക്കൊരു പോപ്പപ്പ് വന്ന് കാണാൻ പറ്റും, ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു പോപ്പപ്പ് ജസ്റ്റ് വന്നില്ലേ. ആഡ് ഗാർഡ് കണ്ടോ? ഇവിടെ എൻ്റെ സ്പെല്ലിങ് തെറ്റാണ്. ആഡ് ഗാർഡ് എന്നല്ല, ആഡ് ഗുവാർഡ് എന്നാണ് ഞാൻ അടിച്ചിട്ടുള്ളത്. അപ്പോൾ സ്പെല്ലിങ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് ഇല്ല എന്നുള്ളൊരു പോപ്പപ്പ് ഇതുപോലെ വരും. അപ്പോൾ GUARD adguard.com ഞാൻ കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ, എക്സ്ട്രാ സ്പേസോ എക്സ്ട്രാ ഡോട്ടോ എക്സ്ട്രാ ലെറ്റർ ഇല്ലായ്മയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർനെറ്റ് ഇല്ല എന്നുള്ളൊരു പോപ്പപ്പ് വരും. DNS ലെവലിൽ, ഡൊമൈൻ നെയിം സിസ്റ്റം ലെവലിൽ നിങ്ങളുടെ ISP ബ്ലോക്ക് ചെയ്തിട്ടുള്ള എല്ലാ സൈറ്റുകളും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, താഴെ ഒരു കമൻറ്റ് ഇടുക ഇത് വർക്കിംഗ് ആണ് എന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നതും കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.